KSRTC കൺട്രോൾ റൂമിലേക്ക് വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല, വേണ്ട വിവരങ്ങളൊന്നും കിട്ടുന്നില്ല എന്ന് വ്യാപകമായി പരാതി ഉയർന്നപ്പോൾ നമ്മുടെ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ തന്നെ ആ ചുമതല ഏറ്റെടുത്തു. ഒരു യാത്രക്കാരൻ എന്ന പേരിൽ അദ്ദേഹം ഡിപ്പോയിലേക്ക് വിളിച്ചു. എന്താണ് സംഭവിച്ചത്? അപ്പോഴും അതേ സ്ഥിതി തന്നെ, മറുപടി ഒന്നും ഉണ്ടായില്ല, ഫോൺ എടുത്തില്ല. പിന്നെ ഒരു നടപടി ഉണ്ടായി. അതിൽ തുടർന്ന് വനിതാ കണ്ടക്ടർമാർ ഉൾപ്പെടെ 9 ജീവനക്കാർക്കെതിരെ നടപടിയെടുത്തു. സ്ഥാനചലനം, യാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും പരാതി അറിയിക്കാനും ബസ് സമയം അറിയിക്കാനും ഒക്കെയാണ് കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നത്. പക്ഷേ എപ്പോഴൊക്കെ നമ്മൾ വിളിച്ചാലും വെറുതെ റിങ് അടിക്കുന്നതല്ലാതെ ആരും എടുക്കില്ല. ഇനി എടുത്താൽ തന്നെ ഒരു ഔദാര്യം എന്ന പോലെയാണ് പലപ്പോഴും മറുപടി നൽകുന്നതും. എന്തായാലും പ്രജീഷ് കൈപ്പള്ളി നേരത്തെ വീണ്ടും ഒന്ന് വിളിച്ചു നോക്കിയിരുന്നു. അപ്പോഴത്തെ മറുപടി എന്താണെന്ന് കൂടി നോക്കാം. Subscriber you have called is busy. Please hold the line or call again later. The subscriber you have called is busy. Please hold the line or call again later. ഇതാണ് അവസ്ഥ. എത്ര വിളിച്ചാലും എടുക്കില്ല. അപ്പോൾ KSRTC പോലെ ഒരു സംവിധാനം നന്നായി നടന്നു പോട്ടെ എന്നൊക്കെ കരുതിയാണ് പരമാവധി ആളുകൾ യാത്രയൊക്കെ അതിലാക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ആ സംവിധാനത്തിന് യാത്രക്കാരോടൊരു പുലർത്തേണ്ട ഉത്തരവാദിത്തമില്ലായ്മയാണ് പ്രശ്നമാകുന്നത്. ശ്രീ MK ഹരിദാസ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഹരിദാസ്, KSRTC ആനവണ്ടി എന്നൊക്കെ നമ്മൾ സ്നേഹത്തോടെ വിളിക്കും. പരമാവധി ആളുകൾ ഈ കോർപ്പറേഷൻ നന്നായി പോകട്ടെ, അവിടുത്തെ KSRTCയിലെ ശമ്പള പ്രശ്നങ്ങളും ഒക്കെ പറയുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ ഒന്നായിട്ടാണ് ഈ സംവിധാനം നിലനിന്ന് പോകണം എന്നൊരു ആവശ്യമായി രംഗത്ത് വന്നത്. പക്ഷേ ആ ഒരു ഉത്തരവാദിത്വം അവിടുത്തെ ജീവനക്കാർക്ക് വേണ്ടേ? മന്ത്രി വിളിച്ചിട്ട് മന്ത്രിക്ക് നേരിട്ട് ബോധ്യപ്പെട്ടു, അതുകൊണ്ടാണ് നടപടികൾ. അതുകൊണ്ടൊക്കെ തിരുത്താൻ പറ്റുന്നതാണോ, നന്നാക്കാൻ പറ്റുന്നതാണോ ഈ സംവിധാനം? നിങ്ങൾ ഈ 9 പേർക്കെതിരെ നടപടിയെടുത്തു എന്ന് മാറി മാറി പറയുന്നുണ്ട്. 2 മണിയുടെ ന്യൂസ് തൊട്ടിട്ട് പറയുന്നതാണ്. നിങ്ങൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് ആ നടപടി എന്താണെന്നൊന്ന് അറിയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കേരളം ചിരിച്ചു പോകും. ഈ മന്ത്രിക്ക് ഈ നമ്മുടെ KSRTCയുടെ ട്രേഡ് യൂണിയൻ ശക്തിയെ പറ്റിയിട്ട് എന്തറിഞ്ഞിട്ടാണ് ഈ മന്ത്രി കിടന്നിട്ട് ഈ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്? ഒരു നടപടി എടുക്കാൻ പറ്റില്ല. ഒരു നടപടിയും KSRTC ജീവനക്കാർ നമ്മുടെ യാത്രക്കാർക്കെതിരായി ഇത്തരത്തിലുള്ള പ്രവർത്തികളായാലും, യാത്രക്കാരെ അർദ്ധരാത്രി അവർക്ക് ഇറങ്ങേണ്ട എവിടെ ബെല്ലടിച്ചാലും അവിടെ നിർത്താൻ ഉത്തരവാദപ്പെട്ട ഇവർ അവിടെ നിർത്താതെ പോയി കഴിഞ്ഞാലും ഒരു നടപടി എടുക്കാൻ വയ്യാത്ത വിധത്തിൽ ഈ KSRTCയുടെ ട്രേഡ് യൂണിയനിസം വളർന്നതാണ് ഈ KSRTC ഇങ്ങനെയാവാനുള്ള കാരണം. KSRTCയുടെ കഴിഞ്ഞ ഒരു 40 കൊല്ലത്തെ ചരിത്രം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ KSRTC എന്ന പ്രസ്ഥാനം ഇത്രയും മെലിയാനും ഈ അവസ്ഥയിൽ ക്യാൻസർ രോഗിയെ പോലെ അങ്ങേയറ്റം അവശതയിലേക്ക് എത്താനും ഉണ്ടായിട്ടുള്ള കാരണം അവിടുത്തെ ട്രേഡ് യൂണിയനീസാണ്. 19 യൂണിയനാണ്. അതിൽ 3 യൂണിയനുകൾക്ക് മാത്രമേ അംഗീകാരമുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 16 യൂണിയനുകൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ആ പ്രശ്നങ്ങളിലെല്ലാം തലയിട്ടുകൊണ്ട് ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്ന അവിടെ ഏത് സ്റ്റാഫിനെതിരെ എന്ത് നടപടി എടുക്കാനാണ്? ബിജു പ്രഭാകർ പറഞ്ഞത് എന്താ? എന്റെ ക്യാബിന്റെ വാതിൽക്കൽ എന്നെ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രേഡ് യൂണിയൻ നേതാക്കൾ ആളുകളെ നിയോഗിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഏകദേശം സത്യസന്ധനായ ഉദ്യോഗസ്ഥൻ കുറച്ചു കാലം അവിടെ ഇരുന്നിട്ടുള്ള എന്റെ അനുഭവം അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഏറ്റവും പ്രധാന കാര്യമായിട്ട് എനിക്ക് തോന്നിയതാണ്. കാരണം എന്തൊക്കെ നടപടികളാണ്, എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് എന്ന് കൃത്യമായിട്ട് അറിയിക്കേണ്ടവരെ അറിയിക്കാൻ വേണ്ടി ഒരു സംവിധാനമുണ്ട്. നമ്മൾ ഈ കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ മാസം എൻ്റെ ഒരു സുഹൃത്തും ഭാര്യയും കൂടിയിട്ട് രാത്രി 2 മണിക്ക് അവർക്ക് അത്യാവശ്യമായിട്ടൊന്ന് തിരുവനന്തപുരത്തേക്ക് പോകേണ്ട ഒരു ആവശ്യം വന്നു. കാർ എടുത്തിട്ട് പോകാനുള്ള പ്രാപ്തിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ KSRTC സ്റ്റാൻഡിൽ ചെന്നിട്ട് ഇതുമാതിരി തന്നെ എൻക്വയറി കൗണ്ടറിൽ ആരുമില്ല. അപ്പൊ അവിടെ ഒരു ബസ്സിലെ ഡ്രൈവർ ഇരുന്നിട്ട് സിഗരറ്റ് വലിക്കുന്നുണ്ട്. അപ്പൊ ആ ഡ്രൈവറോട് പോയിട്ട് ചോദിച്ചു, തിരുവനന്തപുരത്തേക്ക് എപ്പോഴെങ്കിലും ബസ് ഉണ്ട്? നിന്റെ അപ്പനോട് പോയി ചോദിക്കണേ, എനിക്കിപ്പോ ഇങ്ങനെ പറയുന്നത് കുഴപ്പമില്ല, നിന്റെ അപ്പനോട് പോയി ചോദിക്കടാ എന്നാണ് അത്രയും മറുപടി പറഞ്ഞത്. അപ്പൊ ഈ KSRTC ജീവനക്കാരനോട് ഒരു 50,000 രൂപ കടം തരുമോന്ന് അല്ലെങ്കിൽ ഡ്രൈവറോട് ചോദിച്ചിരിക്കുന്നത്? ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന വ്യക്തിയോട് അടുത്തിട്ട് തിരുവനന്തപുരത്തേക്ക് ഒരു ബസ് ഉണ്ടോ എന്ന് ചോദിച്ച ആൾക്കാരോടുള്ള KSRTC ജീവനക്കാരുടെ പെരുമാറ്റമാണ്. പിന്നെയാണോ ഫോൺ എടുക്കുന്നത്? ദിവേഷ് മണി, നിങ്ങൾ എന്താണ് നമ്മുടെ KSRTC ജീവനക്കാരെ കുറിച്ചിട്ട് KSRTCയിലെ നല്ല കാര്യങ്ങൾ, പുതിയ വണ്ടികൾ വരുന്നു, അല്ലെങ്കിൽ ഇവർ ഈ അവധിക്കാല യാത്ര സംഘടിപ്പിക്കുന്നു, ആളുകൾ അതിലൊക്കെ കയറുന്നു എന്ന് പറഞ്ഞ് നമ്മൾ വളരെ സന്തോഷത്തോടെ KSRTC ഇതാ പോസിറ്റീവ് കാര്യങ്ങളൊക്കെ അതിലേക്ക് പറയാനുണ്ട് എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് അത് അവതരിപ്പിക്കുന്നതാണ്. പക്ഷേ അതൊരു ഭാഗത്താണ്. മറുഭാഗത്ത് ഇത്തരം ഉത്തരവാദിത്വമില്ലായ്മ പുലർത്തുന്ന ജീവനക്കാർ അല്ലെങ്കിൽ ട്രേഡ് യൂണിയൻ സംവിധാനങ്ങൾ ഒക്കെ തുടരുകയാണ്. പിന്നെ എങ്ങനെയാണ് ജനങ്ങൾക്ക് ഇതിനോടുള്ള സ്നേഹം നിലനിർത്തുക, ഇത് നിലനിന്ന് പോവുക? ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട കാര്യം ഈ ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം കിട്ടണമെങ്കിൽ ഈ കോർപ്പറേഷൻ നന്നായി ഓടിപ്പോണല്ലോ. അപ്പോൾ ആ ജീവനക്കാർക്കാണ് പ്രാഥമികമായ ഉത്തരവാദിത്തം. അത് കുറേയേറെ പേരെങ്കിലും ഇങ്ങനെ തെറ്റായ കാരണം ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ തിരുത്താനുള്ള ഒരു സംവിധാനമായിട്ടാണ് ട്രേഡ് യൂണിയനൊക്കെ പ്രവർത്തിക്കേണ്ടത്. അതുണ്ടാകുന്നുമില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് അത്. തങ്ങളുടെ ട്രേഡ് യൂണിയനിൽ പെട്ടിട്ടുള്ള ഒരു തൊഴിലാളി, അതായത് ചുമരുണ്ടെങ്കിൽ ചിത്രം എഴുതാൻ പറ്റുള്ളൂ, ഇരിക്കുന്ന കൊമ്പ് മുറിക്കരുത്. KSRTC എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ പ്രധാനമായിട്ടുള്ള വരുമാനം എന്താണ്?
അതിലത്തെ യാത്രക്കാർ കൊടുക്കുന്ന പൈസയാണ് അതിന്റെ വരുമാനം എന്നുള്ളത്. അതായത് യജമാനന്മാരാണ് അതിലത്തെ യാത്രക്കാർ. ആ യാത്രക്കാരോട് മാന്യമായിട്ട് പെരുമാറുക, ആ യാത്രക്കാർക്ക് എപ്പോഴാണ് ബസ് ഉള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ ആ ഫോൺ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക. ഇത്തരം കാര്യങ്ങൾ ചെയ്യാതെ KSRTCക്ക് ശമ്പളം കൃത്യമായിട്ട് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് വായിട്ട് അലച്ചിട്ട് ആളാണ്. ഈ 2023 2022 23 9 ചർച്ചകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ KSRTC ജീവനക്കാരുടെ ശമ്പളം മുടങ്ങുന്നതിനെ കുറിച്ചിട്ട് അങ്ങേയറ്റം ആചാര്യനായി സംസാരിച്ച് ഞാൻ തന്നെ പറയട്ടെ, KSRTCയുടെ ശാപം ഇന്ന് KSRTCയിലുള്ള തൊഴിലാളികളാണ്. അവർക്ക് ഈ പ്രസ്ഥാനം ലാഭകരമായി നടത്തിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മാനേജ്മെന്റിനോട് ചേർന്ന് നിൽക്കാൻ കഴിയാത്ത വിധത്തിൽ അവർ അതപ്പതിച്ചു പോയി. അത് ഈ ട്രേഡ് യൂണിയനിസത്തിന്റെ തണല്, ഓരോ തൊഴിലാളിയും ട്രേഡ് യൂണിയന്റെ കൊടക്കീഴിലാണ് എന്നുള്ള ബോധത്തിലാണ് അവർ രാവിലെ ജോലിക്ക് വരുന്നത്. അപ്പൊ പിന്നെ അവർക്ക് എന്ത് കടപ്പാടാണ് ജനങ്ങളോട് ഉണ്ടാവുക? എങ്ങനെയെങ്കിലും ആ സമയം തള്ളി നീക്കണം, ആ സമയം തള്ളി നീക്കിയിട്ട് പ്രതിമാസം ശമ്പളം മേടിക്കണം എന്നുള്ളൊരു അവസ്ഥയില് ജോലി ചെയ്യുകയല്ല വേണ്ടത്. ഈ പ്രസ്ഥാനം നിലനിന്ന് പോയി കഴിഞ്ഞാൽ ഭാവി തലമുറയ്ക്കും അവിടെ കുറെ പേർക്ക് ജോലി ലഭിക്കത്തക്ക തോതിലുള്ള ഒരു സംവിധാനമാണ് KSRTC. അതിനെ നല്ല നിലയ്ക്ക് നടത്തിക്കൊണ്ടുപോകും. ലാഭകരമാക്കാൻ KSRTCയെ ഇനി ഏത് പടച്ചതമ്പരാൻ വന്നാലും സാധിക്കില്ല. ലാഭകരമാക്കണ്ട. ഈ പ്രസ്ഥാനത്തിന് ഇന്ന് ഓടുന്നത് പോലെ 1982 വണ്ടികളാണ് കട്ടപ്പുറത്തിരിക്കുന്നത്. ഈ KSRTCയിലെ തൊഴിലാളികൾ വിചാരിച്ചാൽ ഇതിലത്തെ ഒരു 10-25 വണ്ടിയൊക്കെ ഇറക്കാൻ പറ്റും. കാരണം പരസ്പരം സ്പെയർ പാർട്സ് മാറ്റിയിട്ടും ടയർ മാറ്റിയിട്ടൊക്കെ ഇറക്കാനൊക്കെ പറ്റും. പക്ഷെ ഞങ്ങളെപ്പോലുള്ള സാമൂഹ്യ പ്രവർത്തകർക്ക് അവിടുന്ന് ആത്മാർത്ഥതയുള്ള ആൾക്കാരിൽ നിന്ന് കിട്ടുന്ന വിവരം എന്താണെന്ന് KSRTC ജീവനക്കാരിൽ നിന്ന് അതിന് പോലും സമ്മതിക്കാതെ ഈ ട്രേഡ് യൂണിയൻകാർ പാര വെക്കുകയാണെന്നാണ് പറയുന്നത്. അത്തരത്തിലുള്ള KSRTCയുടെ സ്ഥലം കണ്ടു കഴിഞ്ഞാൽ അവിടെ ഈ ശവപ്പറമ്പ് പോലെയാണ്. പ്രത്യേകിച്ച് ആ കോവിഡ് കാലം കഴിഞ്ഞ് അന്ന് കുറെ പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അതിനുശേഷം നന്നാക്കാൻ കഴിയുമായിരുന്ന വോൾവോ വാഹനങ്ങൾ വരെയുണ്ട്. നന്നാക്കാൻ കഴിയുമായിരുന്ന വാഹനങ്ങൾ പോലും ഇങ്ങനെ ഇട്ട് നശിപ്പിച്ച് കളഞ്ഞാണ്. അപ്പോൾ നമ്മളൊരു സാധാരണ നമ്മുടെ വീട്ടിലൊരു വാഹനം ഉണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതുകൊണ്ടാണ് മെക്കാനിക്കിനെ കണ്ട് പരിഹരിച്ച് അല്ലേ പരമാവധി അത് ഓടിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കും. ആ ഒരു അറ്റാച്ച്മെന്റ് നമ്മൾ ഓടിക്കുന്ന വാഹനത്തോട് ആ കോർപ്പറേഷനോടൊക്കെ ജീവനക്കാർക്ക് തോന്നിയാൽ ഈ പറയുന്ന പ്രശ്നങ്ങളിൽ ഒരു പരിധി വരെയെങ്കിലും പരിഹാരം കണ്ടെത്താൻ ജീവനക്കാർക്ക് തന്നെ സാധിക്കുമായിരുന്നു. കമ്പനിക്ക് കൊടുക്കാനുള്ളത് 51 കോടി, സ്പെയർ പാർട്സ് കമ്പനിക്ക് കൊടുക്കാനുള്ളത് 24.6 കോടി, ഡീസൽ കമ്പനിക്ക് കൊടുക്കാനുള്ളത് 234 കോടി. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത്തരത്തിൽ അങ്ങേയറ്റ സാമ്പത്തിക പരാധീനത ഏറ്റുമായിക്കൊണ്ട് മുൻപോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ 159 വോൾവോ ബസ്സുകൾ ഉണ്ടായിരുന്നേരെ 51 എണ്ണം മാത്രമാണ് റോഡിൽ ഓടുന്നത്. ബാക്കി മുഴുവൻ നിവേഷ് മണി പറഞ്ഞ സ്ഥലത്ത് പച്ച പിടിച്ച് കിടക്കുകയാണ്. എന്ത് പള്ളിപ്പടർപ്പ് പച്ചയായിട്ട് ആ വണ്ടി അവിടെ ഉണ്ടോ എന്ന് പോലും തിരിച്ചറിയാത്ത വിധത്തിൽ കിടക്കുകയാണ്. അപ്പൊ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് കാണിക്കുന്ന ആത്മാർത്ഥതയും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കാണിക്കുന്ന ആത്മാർത്ഥതയും പൂർണ്ണ തോതിൽ അത് ബലവത്താകണമെങ്കിൽ അവിടുത്തെ തൊഴിലാളികൾക്ക് ഈ പ്രസ്ഥാനത്തോട് ഈ KSRTCയോട് 1% ആത്മാർത്ഥത വേണം. ആ ആത്മാർത്ഥത ആദ്യത്തെ കണ്ണിയാണ് ഈ ഫോൺ എടുക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ചുമതല. ആൾക്കാരെന്താ എൻക്വയറി ആണ്, എത്ര മണിക്ക് ഇന്ന സ്ഥലത്തേക്ക് ബസ് എത്ര മണിക്കാണ്, ഇന്ന റൂട്ടിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ് ആ സമയത്ത് വരും. ആ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ പോലെ കൺട്രോൾ റൂമിലേക്ക് വിളിക്കുന്നത്. ഇപ്പോൾ സാധാരണക്കാരായ ദീർഘദൂര യാത്ര ചെയ്യുന്നവർ പോലും ആശ്രയിക്കുന്നത് KSRTC ബസ്സിനെയാണ്. അപ്പോൾ ഒരു സമയത്തിന്റെ വിവരം അറിയാനോ എന്തിനെങ്കിലും ആവശ്യത്തിന് വിളിക്കുമ്പോൾ ഇവര് ഫോൺ എടുക്കുന്നില്ല. അത് മന്ത്രിക്കും അത് ബോധ്യപ്പെട്ടു, മന്ത്രി അതിൽ നടപടിയെടുത്തു. പക്ഷെ താങ്കൾ സൂചിപ്പിച്ചു ട്രേഡ് യൂണിയനുകളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള നടപടികൾ അതുപോലും പ്രഹസനമായി പോകുമോ? എന്തത്ര സംശയം? കുട്ടിക്ക് ഓർമ്മണ്ടോ? കോന്നി താലൂക്ക് ഓഫീസിലെ 33 ജീവനക്കാരിൽ 32 പേര് ലീവ് എടുത്തിട്ട് മൂന്നാറിലേക്ക് ടൂർ പോയി. 2022 നടന്ന സംഭവമാണ്. അവിടെ MLA, അതായത് കോന്നി MLA ജിനേഷ് കുമാർ നേരിട്ട് ചെന്നിട്ടാണ് അത് പിടിച്ചതും അന്ന് നിങ്ങളുടെ മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞത്. അതായത് ഇവർക്കെതിരെ ഒക്കെ നടപടിയെടുക്കുന്നു. MK ഹരിദാസ് എന്ന് പറയുന്ന വിവരാവകാശ പ്രവർത്തകൻ എല്ലാ 6 മാസം കൂടുമ്പോഴും പത്തനംതിട്ട കളക്ടറേറ്റിലേക്ക് ഇവർക്കെതിരെ എടുത്ത നടപടി എന്താണെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ഓരോ നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഒരു ഓഫീസ് അടച്ചിട്ട് 32 പേര് ടൂർ പോയിട്ട് സർക്കാർ ജീവനക്കാർക്കെതിരെ ഒരു MLA കയ്യോടെ പിടിച്ച സംഭവത്തിൽ ചെറുവിരൽ എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തില് ഫോൺ എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഈ മന്ത്രിക്ക് ഇവർക്കെതിരെ എന്ത് നടപടി എടുക്കാനാണ്? അതെ, അതാണ് നമ്മള് ഈ പെട്ടെന്ന് നടപടി എടുത്തു എന്ന് പറയുന്നതല്ല, അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും നടക്കുമെന്ന് കാത്തിരുന്നതാണ്. ഇപ്പൊ ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്, ശ്രീ IG ശിവജി മരട് നിന്നാണ്. ശ്രീ ശിവജി, ഈ അനുഭവങ്ങളാണോ? വിളിച്ചിട്ട് കൃത്യമായ ഉത്തരങ്ങൾ കിട്ടിയിട്ടുണ്ടോ? ഏതാണ് അനുഭവം? എൻ്റെ ഒരു അനുഭവം പറയാനാണ്. വളരെ വേദനാജനകമായിട്ടുള്ള ജീവന് തന്നെ അപകടം വരുത്താവുന്ന ഒരു അനുഭവം ഉണ്ടായിട്ട് അതിനെതിരെ പരാതിപ്പെട്ടിട്ടുള്ള 1 മാസമായിട്ട് യാതൊരു പ്രതികരണം ഇല്ലാത്ത, നടപടിയില്ലാത്ത കാര്യത്തെ കുറിച്ച് പറയാനാണ്. എന്തായിരുന്നു പറ്റിയത്? പറഞ്ഞു. അത് പറയാം. എന്നുവെച്ചാല് കഴിഞ്ഞ മാസം മെയ് മാസം 8-ാം തീയതി കാലത്ത് 9:20
ഞാൻ എറണാകുളത്ത് നിന്ന് തൊടുപുഴയ്ക്ക് പോകുന്ന ഫാസ്റ്റ് പാസഞ്ചർ നമ്പർ RPA 245 പേട്ട ജംഗ്ഷനിൽ കൈ കാണിച്ച് വണ്ടി നിർത്താൻ കൈ കാണിച്ചിട്ട് ഞാൻ ഒരേ ഒരാൾ മാത്രമേ അവിടെ നിന്ന് കയറാനായിട്ട് കൈ കാണിച്ചുള്ളൂ. പക്ഷേ അവിടെ എങ്ങും നിർത്താതെ ഒരു 10-40 അടി മാറ്റി ആണ് ഈ ബസ് നിർത്തിയത്. ഞാൻ ഓടി ചെന്നിട്ട് പുറകിലെ ഡോറിൻ്റെ ഫുട്ബോളിൽ ഒരു കണക്കിൽ പിടിച്ച് കയറാൻ പകുതി കയറി കഴിഞ്ഞപ്പോഴേക്ക് ആദ്യത്തെ സ്റ്റെപ്പിൽ കയറി നിന്നപ്പോൾ തന്നെ മെക്കാനിക്കൽ ഡോറ് വന്നിട്ട് അടഞ്ഞു, ഓട്ടോമാറ്റിക്കായിട്ട് അടഞ്ഞിട്ട് ഞാനും ആ ഡോറിൻ്റെ ഉള്ളിൽ ഡോറിൻ്റെയും ബോഡിയുടെയും ഇടയ്ക്ക് ഞാൻ ഞെരിഞ്ഞു. ഞാൻ 75 വയസ്സ് പ്രായമായ ഒരു വൃദ്ധനാണ്. ആൻജിയോപ്ലാസ്റ്റി സർജറി കഴിഞ്ഞിട്ട് കേവലം 2 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. വിശ്രമത്തിലിരിക്കുന്ന സമയത്താണ്. അപ്പോൾ ആള് കയറിയോ ഇല്ലയോ എന്ന് ശ്രദ്ധിക്കാതെ തന്നെ വണ്ടി മുന്നോട്ടെടുത്ത് പോയി. ഞാൻ ആ ഡോറിൻ്റെ ഇടയിൽ ഞെരുങ്ങി അവിടെ നിന്നു. മറ്റ് യാത്രക്കാർ പുറകിലിരുന്നവർ ഇത് കണ്ടിട്ട് പെട്ടെന്ന് വിഷമിച്ചിട്ട് അവർ 2 പേര് വന്ന് എൻ്റെ 2 കൈക്ക് പിടിച്ചിട്ട് വലിച്ച് ഈ ഡോറിൻ്റെ ഉള്ളിൽ നിന്ന് വലിച്ച് അകത്തേക്ക് ഇട്ടാണ് എൻ്റെ ജീവൻ രക്ഷിച്ചത്. ഞാൻ ഇതിനെക്കുറിച്ച് അപ്പോൾ തന്നെ അതിലെ വണ്ടിയിലെ കണ്ടക്ടറോട് ഇതിനെക്കുറിച്ച് പരാതിപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പേര് സനൽ എന്നാണ്. പരാതിപ്പെട്ടു. ഐസക് എന്നാണ് കണ്ടക്ടറുടെ പേര്. ഡ്രൈവറുടെ പേര് സനൽ എന്നാണെന്നാണ് ഐസക് എന്നോട് പറഞ്ഞത്. പരാതിപ്പെട്ടു. എന്നിട്ട് യാതൊരു നടപടിയും ഒരു ഖേദപ്രകടനം പോലും ആ ഡ്രൈവറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല, കണ്ടക്ടറുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. ഞാൻ ഇതിനെക്കുറിച്ച് അവരുടെ ഒരു ടോൾ ഫ്രീ നമ്പറുണ്ട്. ആ ടോൾ ഫ്രീ നമ്പറിൽ അന്ന് തന്നെ വിളിച്ച് പരാതിപ്പെട്ടു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്ന് വൈകുന്നേരം 5 മണിയോടുകൂടി ഈ കൺട്രോൾ റൂമിലെ ഒരു ഫാത്തിമ എന്ന ഒരു മാഡം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, താങ്കളുടെ എന്താണ് ഉണ്ടായതെന്ന് ചോദിച്ചു. ഞാൻ എല്ലാ വിവരവും പറഞ്ഞു. അതെല്ലാം അവർ റെക്കോർഡ് ചെയ്തു എന്നാണ് പറഞ്ഞത്. എൻ്റെ പരാതി അങ്ങനെ തന്നെ കൺട്രോൾ റൂമിലേക്ക് അയച്ചു കൊടുത്തു എന്ന് പറഞ്ഞു. അതിന് ടോക്കൺ നമ്പറായിട്ട് തന്നു. കംപ്ലൈൻറ്റ് നമ്പർ 1192 എന്ന് പറഞ്ഞിട്ട് കൺട്രോൾ റൂമിൻ്റെ ലേക്ക് അയച്ചു കൊടുത്തു എന്നാണ് പറഞ്ഞത്. അതായത് മെയ് മാസം 8-ാം തീയതി. ഇന്ന് ഞാൻ അപ്പോൾ പറഞ്ഞു, നിങ്ങളെ വിളിച്ചതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കും, ഇതിൽ നടപടി ഉണ്ടാകും എന്നൊക്കെയാണ് ഫാത്തിമ മാഡം പറഞ്ഞത്. 1 മാസമായിട്ട് യാതൊരു നടപടിയും അന്വേഷണവും നടക്കാത്ത സാഹചര്യത്തിൽ ഇന്ന് ഞാൻ വിളിച്ചു. അപ്പോൾ ഒരു ദിവ്യ മാഡം ആണ് അത് അറ്റൻഡ് ചെയ്തത്. ഇന്ന് 11-ാം തീയതി 11/6 ഞാനിത് പരാതിപ്പെട്ടപ്പോൾ അവർ നോക്കിയിട്ട് പഴയ രേഖയെല്ലാം നോക്കിയിട്ട് പറഞ്ഞു അന്ന് തന്നെ അത് അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഒരു ഇൻസ്പെക്ടർക്കാണ്, തൊടുപുഴ ഡിപ്പോയിലെ ഒരു ഇൻസ്പെക്ടർക്കാണ് അത് അയച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇൻസ്പെക്ടർ ആണ് അതിൽ നടപടി സ്വീകരിക്കേണ്ടത്. ഞാൻ പറഞ്ഞു 1 മാസമായിട്ട് അദ്ദേഹം നടപടി സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അപ്പോൾ ഒരു കാര്യം ചെയ്യും, തൊടുപുഴയിൽ തന്നെ ഒരു യൂണിറ്റ് ഓഫീസർ ഉണ്ട്, മിസ്റ്റർ NP രാജേഷ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ എനിക്ക് തന്നു, 9495099907. അപ്പോൾ അദ്ദേഹത്തോട് പരാതിപ്പെടൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ തന്നെ ഈ രാജേഷ് എന്ന് പറഞ്ഞ യൂണിറ്റ് ഓഫീസറോട് ഇത് എൻ്റെ ഈ സങ്കടം പറയൂ, എന്നിട്ട് അദ്ദേഹം എന്നെ തിരിച്ചു വിളിക്കട്ടെ, ഞാൻ അതിനുവേണ്ടി കാത്തിരിക്കാം എന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം അല്ല തിരിച്ചു വിളിച്ചത്, മറ്റൊരാളാണ്. അദ്ദേഹത്തിൻ്റെ വന്ന ഫോൺ നമ്പർ 9074136560 എന്ന നമ്പറിൽ നിന്നാണ് വിളി വന്നത്. അവകാശപ്പെട്ടയാൾ ഇൻസ്പെക്ടർ ആണെന്നാണ് അദ്ദേഹം അവകാശപ്പെട്ടത്. സന്തോഷ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഞാൻ പറഞ്ഞു, മിസ്റ്റർ സന്തോഷ്, ഞാൻ 1 മാസം മുമ്പ് ഒരു പരാതി, അല്ല 1 മാസം ഒന്നുമില്ല, എനിക്കിപ്പോഴാണ് നിങ്ങളുടെ പരാതി, നിങ്ങൾക്കെന്തോ പരാതി ഉണ്ട് എന്നുള്ളത് എനിക്കിപ്പോഴാണ് വിവരം കിട്ടിയത്. എന്താണ് നിങ്ങളുടെ പരാതി? ഞാൻ പറഞ്ഞു, 1 മാസമായിട്ട് ഈ പരാതി പൂഴ്ത്തി വെച്ച് ഇരിക്കുന്ന ഒരാളോട് ഞാനിത് ആവർത്തിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. എനിക്ക് നിങ്ങളുടെ സുപ്പീരിയറിനോടാണ് സംസാരിക്കാൻ താല്പര്യം എന്ന് പറഞ്ഞിട്ട് ഞാൻ അയാളുമായിട്ട് ഷെയർ ചെയ്യാൻ തയ്യാറായില്ല. കാരണം 1 മാസം അയാൾ എൻ്റെ ഈ പരാതി പൂഴ്ത്തി വെച്ചയാളാണ്. അപ്പോൾ അയാളോട് സംസാരിക്കാൻ ഞാൻ തയ്യാറായില്ല. ഞാൻ ഈ NP രാജേഷിനെ, അതായത് യൂണിറ്റ് ഓഫീസറെ, അദ്ദേഹത്തിൻ്റെ നമ്പർ 9495099907 3 പ്രാവശ്യം വിളിച്ചിട്ടും ഫോൺ എടുത്തില്ല.
ഈ എൻ പി നിലവിൽ ഒരു രാജേഷ് ആശ്വാസവാക്ക് പോലും KSRTC നിന്ന് ആ ഒരു കിട്ടിയിട്ടില്ല അങ്ങേക്ക് അല്ലേ? ആശ്വാസവാക്ക് പോലും ഇതുവരെയും ആ ഒരു ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. എന്താണ് ഇതിന്റെ ഇതിപ്പോ ഞാൻ വീണ്ടും ഈ കാര്യം ദിവ്യ മാഡത്തിനോട് സംസാരിച്ചപ്പോൾ ദിവ്യ മാഡം പറഞ്ഞത് ശരി, അങ്ങയുടെ നമ്പർ ഒന്ന് ഞങ്ങളുടെ PCR ഒന്ന് ഷെയർ ചെയ്ത ശേഷം മാത്രം ഫോൺ കട്ട് ചെയ്യുക. അങ്ങയുടെ നമ്പർ ഒന്ന് കൊടുത്ത ശേഷം മാത്രം ഫോൺ നമ്പർ ഒന്ന് അവിടെ ചോദിക്കും, അങ്ങൊന്ന് കൊടുത്ത ശേഷം കട്ട് ചെയ്യാം. എന്തായാലും വളരെ കൃത്യമായി ആ അനുഭവം പങ്കുവെച്ചു. 75 വയസ്സായ ഒരു മനുഷ്യനാണ്. ഒരു ഞാനന്ന് മരിച്ചു പോകാതിരുന്ന എന്റെ ആയുസിന്റെ ബലം കൊണ്ട് മാത്രമാണ്. അതെ അതെ അതെ. 74 വയസ്സ് കഴിഞ്ഞ് ഐ എം റണ്ണിങ് 75. ഈ ഒക്ടോബറിൽ എനിക്ക് 75 വയസ്സ് തികയും. 3 ബ്ലോക്കിന് ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞൊരു മനുഷ്യനാണ്. ഈ ഡോറിന്റെ ഇടയിലിട്ട് എന്നെ ഞെരുക്കിയിട്ട് തിരിഞ്ഞു നോക്കാതെ മറ്റു യാത്രക്കാരെന്നെ വലിച്ച് അകത്തേക്ക് ഇട്ടത് കൊണ്ട് മാത്രം രക്ഷപ്പെട്ടാണ് വണ്ടി. ശരി, അങ്ങയുടെ അനുഭവം കൃത്യമായി. ആ നമ്പർ ദയവായി ഷെയർ ചെയ്ത ശേഷം മാത്രം ഫോൺ കട്ട് ചെയ്യുക. PCR ൽ അങ്ങയുടെ നമ്പർ ശേഖരിക്കും. ഇപ്പോൾ ജോണി സുൽത്താൻ ബത്തേരിയിൽ നിന്ന്. അതെ, താങ്കൾക്കും ഇതുപോലെ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഈ കൺട്രോൾ റൂമിൽ വിളിച്ചിട്ട് പരാതി പറയാനെങ്ങാനും വിളിച്ചിട്ട് എടുക്കാതിരുന്ന അനുഭവമാണോ? എന്താണ് പറയാനുള്ളത്? കൺട്രോൾ റൂമിലേക്ക് വിളിച്ചപ്പോൾ പറഞ്ഞോളൂ. ശരി, അതെ. നേരത്തെ ഇപ്പോൾ പറഞ്ഞ IG ശിവജി പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നമാണ്. അദ്ദേഹത്തിന്റെ ജീവന് പോലും അപകടം ഉണ്ടാകാവുന്ന ഒരു പ്രശ്നം ഉണ്ടായിട്ട് അത് എവിടെയൊക്കെ പരാതിപ്പെടേണ്ടി ഇത്രയും ഒരു സീനിയർ സിറ്റിസൺ ആകുമ്പോൾ അല്ലേ ഒരു പരാതി പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും വേഗം അതിൽ കാര്യങ്ങൾ ഇടപെട്ട് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ആ വന്ന പിഴവിന് അതൊരു ക്ഷമാപണമാണെങ്കിൽ അത് ഒരുപക്ഷെ അത് മതിയോ ഒരു മനുഷ്യന് അത് കേട്ടാലും മതി. പക്ഷെ അതിന് പോലും തയ്യാറാതെ അവിടെ വിളിക്കൂ, ഇവിടെ വിളിക്കൂ, അങ്ങോട്ട് പരാതി കൊടുക്കൂ, ഇങ്ങോട്ട് പരാതി കൊടുത്തു. ഒരു മാസം ഒരു മനുഷ്യനെ ഓടിക്കുകയാണ്. ഒരു പക്ഷേ ആ ഡ്രൈവർ ഒരു മാപ്പ് പറഞ്ഞിരുന്നെങ്കിൽ അത് അവിടെ തീരുമായിരുന്നു. പക്ഷേ ശരി, നമുക്ക് ശ്രീ ഹരിദാസ് അങ്ങ് വിശദമായി കേട്ടോണ്ട് ഞാൻ അദ്ദേഹം അത്രയും ആ ഒരു സങ്കടത്തോടെ ആ വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് നമ്മൾ അത്ര നേരം തുടർന്ന്. ഇതാണ് അനുഭവം. ഒരു ബുദ്ധിമുട്ട് പറ്റിയാൽ അതൊന്ന് അറിയിക്കണമെങ്കിൽ പോലും ഇതാണ് സ്ഥിതി. ട്രേഡ് യൂണിയനിസവും ഈ കാര്യങ്ങളൊക്കെ വേണം. അത് എന്തിനു വേണ്ടി വെച്ചാൽ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുത്തി നിർത്തുമ്പോൾ തന്നെ തൊഴിലുടമ ആരാണോ തൊഴിലുടമയോട് നീതി പുലർത്താൻ ട്രേഡ് യൂണിയൻ നേതാക്കൾ തയ്യാറാവണം. അപ്പൊ ഇവിടുത്തെ ഈ പ്രശ്നം KSRTC ജീവനക്കാരുടെ തലയിൽ കയറിയിട്ടുള്ള അഹങ്കാരമാണ്. ഞങ്ങൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും ഞങ്ങൾക്കെതിരെ ചെറുവിരൽ അനക്കാൻ ഞങ്ങളുടെ ട്രേഡ് യൂണിയൻ സമ്മതിക്കില്ല എന്നുള്ളൊരു വാശിയാണ്. ഞാൻ ഒരു കാര്യം പറയുന്നത് കേൾക്കൂ. KSRTC നിന്ന് റിട്ടയർ ചെയ്തിട്ടില്ല. ഇപ്പൊ നിങ്ങളുടെ EPF നമ്മൾ എംപ്ലോയ്മെന്റ് പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് ഗവൺമെന്റിന്റെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഫണ്ടിലേക്കാണ് അയക്കുന്നത്. KSRTC അത് സ്വന്തമായിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ആ ഫണ്ടിലെ 19.6 കോടി രൂപയാണ് പിരിഞ്ഞു പോയ തൊഴിലാളികൾക്ക് കിട്ടാനുള്ളത്. ഈ ട്രേഡ് യൂണിയൻ നേതാക്കൾ ആരെങ്കിലും അതിൽ ഇടപെട്ടിട്ട് ഞാൻ പറയുന്നത് അങ്ങനെ ആനുകൂല്യം കിട്ടാനുള്ള 2 പേരെ എന്റെ സ്ഥാപനത്തിൽ വന്ന് ജോലി ചെയ്യുന്നുണ്ട് സാർ. വേറെ മാർഗമില്ലാത്തത് കൊണ്ടാണ് എന്തെങ്കിലും ചുമട്ട് തൊഴിലാളികളായിട്ടാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ ഈ ട്രേഡ് യൂണിയനിസത്തിന്റെ ബലം വെച്ചിട്ട് ഇത്തരത്തിലുള്ള 19.5 കോടി രൂപ പിരിഞ്ഞു പോയ തൊഴിലാളികൾക്ക് കൊടുക്കാനുള്ള ആനുകൂല്യമായി കൊടുക്കാൻ ഈ ട്രേഡ് യൂണിയൻകാർക്ക് സാധിക്കുന്നില്ല. ഇത്തരം തെമ്മാടിത്തരം ഫോൺ എടുക്കാതിരിക്കുക. നോക്കൂ, ലോക പ്രശസ്തയായ അങ്ങനെയൊക്കെ വരാം. പ്രേക്ഷകർ ഒന്നുകൂടി തുടരുന്നുണ്ട്. ശ്രീ സുബ്രഹ്മണ്യൻ നിലമ്പൂരിൽ നിന്ന്. ശ്രീ സുബ്രഹ്മണ്യൻ പറയൂ അങ്ങയുടെ അനുഭവം. ഞാൻ ഒരു 2-3 മാസം മുൻപ് നമ്മൾ നിലമ്പൂർ ഡിപ്പോയ്ക്ക് എന്റെ മകള് ബസ്സിൽ കയറി പോകുന്നതിന് ശേഷം എനിക്കൊന്ന് വിളിക്കേണ്ട ഒരു ആവശ്യം വന്നു. നിലമ്പൂർ ഡിപ്പോയിലേക്ക് എന്നിട്ട് വിളിച്ചിട്ട് അവര് ജന്മത്ത് 1 മണിക്കൂറോളം അവർ ഫോൺ എടുത്തില്ല. ലാസ്റ്റ് ഞാൻ മലപ്പുറത്തേക്ക് വിളിച്ചു. മലപ്പുറത്ത് വിളിച്ച് ഇപ്പൊ അവർ വിളിക്കും കേട്ടോ എന്ന് പറഞ്ഞു. എന്നിട്ട് വിളിച്ചു. പിന്നെ ഇവര് ഫോൺ ടച്ച് ചെയ്യുന്നില്ല. ലാസ്റ്റ് ഞാൻ അവിടുന്ന് നമ്മൾ തിരുവനന്തപുരത്തേക്ക് വിളിച്ചു. തിരുവനന്തപുരത്ത് വിളിച്ചു. അവിടെ മേഡത്തിന്റെ ഓഫീസിലേക്ക് എനിക്ക് കിട്ടി. തിരുവനന്തപുരം മേഡത്തിന്റെ നമ്പർ തന്നവര്. അവരെ വിളിച്ചപ്പോൾ അവര് പറഞ്ഞു ഞാൻ അന്വേഷിക്കട്ടെ എന്നിട്ട് പറയാട്ടോ എന്ന് പറഞ്ഞു. പിന്നെ അതിനൊരു മറുപടിയും കണ്ടില്ല. നമ്മൾ പിന്നെ പെരിന്തൽമണ്ണയ്ക്ക് വിളിച്ച് വണ്ടി പോകുന്നതൊക്കെ അന്വേഷിച്ച് നമ്മൾ നമ്മുടെ കാര്യം നടത്തി. ഇതാണ് പ്രശ്നം. എത്ര പേരെ വിളിക്കേണ്ടി വരുന്നു. അതിൽ നിന്ന് ഒരിടത്തും ഇപ്പം നേരത്തെ നമ്മളോട് പങ്കുവെച്ച 75 വയസ്സായ അദ്ദേഹവും പങ്കുവെച്ചാണ്. ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക എന്നല്ലാതെ ഒരു മറുപടി പോലും കൃത്യതയോടുകൂടി കൊടുക്കാൻ ഈ സംവിധാനത്തിന് കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശ്രീ ഹരിദാസ് അത് വിശദമായി ഇതിൽ നടക്കുന്ന ട്രേഡ് യൂണിയൻ എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ശ്രീ ഹരിദാസ് ഒറ്റ കാര്യം കൂടി. ഇപ്പോൾ നമ്മൾ ഈ ട്രേഡ് യൂണിയനെ കുറിച്ച് പറഞ്ഞാൽ ഉടനടി ഇത് തൊഴിലാളി വിരുദ്ധ സമീപനമാണ് അല്ലെങ്കിൽ യൂണിയനുകൾക്കെതിരെയാണെന്ന് പറയും. യൂണിയനുകൾ ഉണ്ടാകുന്നത് നല്ലതാണ്. അത് തൊഴിലാളികളുടെ ആവശ്യങ്ങൾ സംരക്ഷിക്കാനാണ്. ഒപ്പം ആ സംവിധാനം നിലനിന്ന് പോകണം എന്ന ആത്മാർത്ഥമായ ബോധ്യമുള്ള യൂണിയനുകൾ കൂടിയാവണം. അത്രേ ഉള്ളൂ അല്ലേ? ചുമരുണ്ടെങ്കിലേ ചിത്രം എഴുതാൻ പറ്റുള്ളൂ എന്ന് ഓരോ ട്രേഡ് യൂണിയൻ നേതാക്കന്മാരും ഓരോ തൊഴിലാളികളും വിചാരിച്ചു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമേ KSRTCയിലുള്ളൂ. ജനങ്ങൾക്ക് ആവശ്യമായ സേവനം നൽകുക. അതിപ്പോ ഡീസൽ തീർന്ന് വഴിയിൽ കിടന്നു കഴിഞ്ഞാൽ ഡ്രൈവറുടെയും കണ്ടക്ടറുടെയും ഉത്തരവാദിത്തപ്പെട്ടതല്ല.
എൻക്വയറി കൗണ്ടറിൽ ചോദിക്കുന്ന ഒരു ഇത്ര മണിക്ക് 9:30 ബസ് വരുന്നു പറഞ്ഞിട്ട് ആ 9:30 തിരുവനന്തപുരത്ത് എത്തേണ്ട ബസ് 9:30 ആ സ്റ്റേഷനിൽ എത്തിയിട്ടില്ലെങ്കിൽ അത് എൻക്വയറി കൗണ്ടറിലുള്ള ആൾക്കാരുടെ കുറ്റം കൊണ്ടല്ല. പക്ഷെ ആ ബസ് വരാൻ ഇനിയും ഒരു 15 മിനിറ്റും കൂടി താമസം എടുക്കുമെന്ന് നമ്മൾ യാത്രക്കാരോട് വിശദീകരിക്കേണ്ട ചുമതല എൻക്വയറി കൗണ്ടറിലുള്ളവർക്കുണ്ട്. അതുമാതിരി തന്നെ ഇത്തരത്തിലുള്ള കണ്ടക്ടർക്കും ഡ്രൈവർമാർക്കും ഒക്കെ ഉത്തരവാദിത്തമുണ്ട് എന്നുള്ള ബോധത്തില് അവരെ നയിക്കാൻ ട്രേഡ് യൂണിയൻ നേതാക്കൾ തയ്യാറായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കുറെയൊക്കെ പരിഹരിക്കപ്പെടാം. അല്ല, അവരെന്ത് തെറ്റ് ചെയ്തു കഴിഞ്ഞാലും അവർക്കെതിരെ നടപടിയെടുക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ലെന്ന് അഡമന്റായിട്ട് നിൽക്കുന്ന ഈ ട്രേഡ് യൂണിയൻ നേതാക്കളും KSRTCയുടെ എല്ലാ കാലത്തും ഒരു ശാപമാണ്. ഇത് തൊഴിലാളി വിരുദ്ധതയോ അല്ലെങ്കിൽ ട്രേഡ് യൂണിയനിസത്തിനെതിരായിട്ടോ പറയുന്നതല്ല. അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിങ്ങൾ ഈ ഫോൺ കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് ഫോൺ കോളുകൾ ഒരു ഇത്തരത്തിലുള്ള നിരുത്തരവാദം ഒരു അമ്മയും ഒരു ക്ഷമിക്കുക ഒരു അച്ഛനും മകളും സമയത്തിന്റെ പരിമിതി കൊണ്ടാണ്. എന്തായാലും അങ്ങ് പറഞ്ഞ പോലെ ചോരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ കഴിയൂ. ഈ സംവിധാനം ഉണ്ടായെങ്കിലേ അവിടുത്തെ ജീവനക്കാർക്ക് മര്യാദയ്ക്ക് ശമ്പളത്തോടുകൂടി ജീവിക്കാൻ പറ്റൂ, അവരുടെ കുടുംബങ്ങൾ നന്നായി മുന്നോട്ട് പോകാൻ കഴിയൂ. എങ്കിലേ നമുക്ക് നമ്മുടെ ഒരു ആനവണ്ടി ഒന്ന് ഉണ്ട് എന്ന അഭിമാനത്തോടെ സന്തോഷത്തോടെ സാധാരണക്കാർ വിളിച്ചിട്ട് എടുക്കാത്തതിന്റെ ആ ഒരു പ്രശ്നമാണ് പ്രധാനമായും ചർച്ച ചെയ്യാൻ വെച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ വിളിച്ച പ്രേക്ഷകരാണെങ്കിലും ഒക്കെ പറഞ്ഞത് ജീവനക്കാർക്ക് ഇവരോടുള്ള യാത്രക്കാരോടുള്ള ഒരു സമീപനം. ആ ശിവജി എന്ന 75 വയസ്സുള്ള ഒരു മനുഷ്യൻ അങ്ങനെ ഒരു അപകടം പറ്റുമ്പോൾ അത് ഡ്രൈവർ ഒരു ക്ഷമാപണം നടത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷെ അത് അവിടെ കഴിഞ്ഞേനെ. അതങ്ങനെ ചെയ്യാതിരുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് പലയിടത്തും വിളിക്കേണ്ടി വന്നത്. വിളിക്കുമ്പോൾ വേറൊരു ഇടത്തേക്ക് വിളിക്കുക, പരാതിപ്പെടുക എന്ന് പറയുകയാണ്. ഇതുവരെ അതിലൊരു നടപടി ഉണ്ടാകുന്നില്ല എന്നതാണ് വാസ്തവം. എന്തായാലും മന്ത്രി ഗണേഷ് കുമാറിന്റെ ശ്രദ്ധ ഈ വിഷയത്തിൽ ഉണ്ടാകും. KSRTC നന്നായി പുലരണം എന്ന് തന്നെയാണ് ഓരോ സാധാരണ മലയാളിയും ട്രേഡ് യൂണിയൻ സമ്മർദ്ദത്തിന് വഴങ്ങാതെ ഇതിനെ നന്നാക്കാനുള്ള നടപടികൾ മന്ത്രി എടുത്താൽ അതിന് ജനങ്ങളുടെ എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. വളരെ നന്ദി ശ്രീ MK ഹരിദാസ് പ്രതികരണം അറിയിച്ചതിനൊപ്പം നമ്മളോട് വിളിച്ച് അനുഭവങ്ങൾ പങ്കുവച്ച പ്രേക്ഷകർ